ഗായ്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഒരു പെരുന്നാൾ വ്ളോഗാണ്. അമ്മയുടെ ഇടവകപ്പള്ളിയിലെ പെരുന്നാളായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിൽ പങ്കെടുക്കാനായിട്ട് ഞങ്ങൾ പോകുന്നതിൻ്റെ വ്ളോഗും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ. നല്ല അടിപൊളി പെരുന്നാളായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ രാത്രിയിലെ വൈബും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഈ സ്ഥലം മൂവാറ്റുപുഴ പാമ്പാക്കുട സ്ഥലമാണ് കേട്ടോ. പാമ്പാക്കുട ഇതൊരു 200 വർഷം പഴക്കമുള്ള ഒരു പള്ളിയാണ്. 200ൻ്റെ മുകളിലേക്കാണെന്ന് എനിക്ക് തോന്നുന്നു. പഴക്കമുള്ളൊരു പള്ളിയാണ്. അപ്പം ഇവിടെ മാതാവിൻ്റെ മധ്യസ്ഥ തിരുനാളായിരുന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നടത്തിയ പെരുന്നാളാണ്. അപ്പം ഞങ്ങൾ ഇതിൽ പങ്കെടുക്കാനായിട്ടൊക്കെ ഞങ്ങൾക്ക് അതിനുള്ള അനുഗ്രഹമൊക്കെ കിട്ടി. അപ്പോൾ ഇതിൽ ഇപ്പം കുരിശുംതൊട്ടി എന്ന് പറഞ്ഞ ഒരു ചെറിയ പള്ളിയിലാണ് ഇതിൻ്റെ കുർബാനയും പ്രാർത്ഥനയൊക്കെ നടന്നിരുന്നത്. അപ്പം ഞങ്ങൾ ചെന്നപ്പം 6 മണിക്കായിരുന്നു തുടങ്ങിയത്. പക്ഷെ ഞങ്ങൾ ചെന്നപ്പോൾ കുറച്ച് താമസിച്ചു. അപ്പോൾ പിന്നെ കുറച്ച് കൂടിയതിന് ശേഷം ഇതാണ് വലിയ പള്ളിയിലേക്ക് പോകാമെന്ന് വെച്ചു. അപ്പോൾ വലിയ പള്ളി പോയി കഴിയുമ്പം എന്താണെന്ന് വെച്ചാൽ അവിടെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എന്നാൽ പിന്നെ തിരക്കുകളൊക്കെ വരുന്നതിന് മുന്നേ ഒന്ന് കയറി പ്രാർത്ഥിച്ചേക്കാം എന്ന് വിചാരിച്ച് വലിയ പള്ളിയിലേക്ക് പോയി. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് ഇവൾക്ക് എന്തെങ്കിലും കളിപ്പാട്ടം ഒക്കെ മേടിക്കാം, പിന്നെ കുർബാനയും കൂടാലോ എന്ന് വിചാരിച്ച് പോയതാണ്. പക്ഷേ കുർബാന കൂടി കളിപ്പാട്ടങ്ങളൊന്നും വാങ്ങിക്കാൻ പറ്റിയില്ല. കാരണം ഇവളുടെ പ്രായത്തിനൊത്തുള്ള കളിപ്പാട്ടങ്ങൾ, ഇവൾക്ക് ഇഷ്ടമുള്ള കളിപ്പാട്ടങ്ങളൊന്നും അവിടെ ഇല്ലായിരുന്നു. അതുകൊണ്ട് അതൊന്നും വാങ്ങിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഇതാണ് പള്ളിയുടെ അകം കേട്ടോ. ഇതിൻ്റെ പുറമേ സൈഡൊക്കെ ഞാൻ കാണിച്ചിരുന്നില്ലേ, അതൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ. പണ്ടത്തെ ആ ഒരു രീതിയാണ്, പുതുക്കിയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പം നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഇതിൻ്റെ അകത്ത് ഇതുപോലെ അങ്ങനെ തന്നെ വെച്ചിരിക്കുകയാണ്. ഇത് എൻ്റെ വല്യമ്മയുടെയൊക്കെ പള്ളിയായിരുന്നു, പണ്ടത്തെ പള്ളിയായിരുന്നു ഇത്. അപ്പോൾ വന്ന് കഴിഞ്ഞ് താഴോട്ടായിരുന്നു ആളുകളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് പേര് പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവളെ അങ്ങ് ഇറക്കി വിട്ടതേ ഉള്ളൂ. അവൾക്ക് ഏതാണ്ട് സ്വാതന്ത്ര്യം കിട്ടിയ ആ ഒരു രീതിയിലായിരുന്നു. പള്ളിക്കകം മൊത്തം കിടന്ന് ചുറ്റലും പിടിക്കലൊക്കെ ആയിരുന്നു. കാരണം ആൾക്കാരധികം ഒന്നും ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ അങ്ങ് സ്വാതന്ത്ര്യമായിട്ട് അങ്ങ് നടക്കുകയൊക്കെയായിരുന്നു കേട്ടോ. അപ്പോൾ അതിനുശേഷം പിന്നെ പള്ളിക്കകത്ത് ഇതുപോലെ ഇത് കണ്ടു. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ കാണുന്നത്. മറ്റ് പല പള്ളികളിൽ നിന്നും കണ്ടിട്ടില്ല. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നൊരു ചേച്ചിയുടെ അടുത്ത് ചോദിച്ചു ഇതെന്താണ് സംഭവം എന്ന്. അപ്പോൾ അവർ പറഞ്ഞത് കുരിശും ഒക്കെ വാഴ്ത്തുന്നതെന്നാണ് പറഞ്ഞത്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞൊന്നുമില്ല. അതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനും അറിയത്തില്ല. പിന്നെ തിരിയൊക്കെ കത്തിക്കാനുണ്ടായിരുന്നു. അപ്പം താഴത്തെ ഇതിൽ പോയി തിരി കത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം വലിയ പള്ളിയിലും തിരി കത്തിച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ ഞാനും അവളും കൂടി ചേർന്നിട്ട് തിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ച് തിരിയൊക്കെ കത്തിച്ചു. അപ്പോൾ അവൾക്ക് ഇതിനോടൊക്കെ ഭയങ്കര ക്രേസാണ് കേട്ടോ. ഈ പടക്കം അല്ലെങ്കിൽ ഇതുപോലെ തിരിയൊക്കെ കത്തിക്കുന്നതൊക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെയൊക്കെ നിൽക്കുകയൊക്കെ ചെയ്യും. ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പം നന്നായിട്ട് പ്രാർത്ഥിച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല അനുഗ്രഹമൊക്കെ കിട്ടുന്ന പള്ളിയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ വലിയ പള്ളിയുടെ അവിടുന്ന് താഴോട്ട് നോക്കുമ്പോഴത്തേനും അവിടുത്തെ ലൈറ്റ് അറേഞ്ച്മെൻറ്റും ആ ചെറിയ പള്ളിയിലെ ആ ഒരു നല്ല അടിപൊളിയായിട്ടുള്ള ആ രീതിയൊക്കെ നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും. അപ്പോൾ ഒത്തിരി പേര് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അവിടെ നിന്നിട്ട്. നമുക്ക് കാണാൻ തന്നെ നല്ല ഒരു വൈബാട്ടോ. ഒരു എന്താ പറയുക, നല്ലൊരു തേജസ് ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ഇപ്പം ഞങ്ങൾ ഈ ഇരുട്ടത്തൂടി പോകുന്നത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് വല്യമ്മയുടെ പപ്പയും അമ്മയും ഒക്കെ കിടന്ന സ്ഥലമാണ്, കല്ലറകളാണ്. അപ്പം ചേട്ടന്മാരും ഒക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ചേട്ടന്മാരും അനിയന്മാരും ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ അവരുടെ കല്ലറയാണ്. അപ്പം ഞങ്ങൾ നേരത്തെ പോയിട്ടുണ്ട്, ഇവിടെ പോയിട്ടുണ്ട്. പക്ഷേ എനിക്ക് അത്ര അങ്ങോട്ട് ഇതറിയത്തില്ലായിരുന്നു. അപ്പം ഞാൻ ഇവിടെ ചെന്നപ്പം ഇവരിങ്ങനെ നിൽക്കുന്ന കണ്ടു. അപ്പോൾ ഒത്തിരി പേര് കല്ലറകളിൽ തിരിയൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് അവിടുത്തെ സെമിത്തേരി എന്ന് പറയുന്നത്. അപ്പം അവർ ഇതിനെപ്പറ്റിയൊക്കെ മറ്റേ കല്ലറയിൽ എഴുതി വെച്ചിരിക്കുന്ന പേരുകളും അവരുടെ വർഷവും അതും ഇതുമൊക്കെ ഇങ്ങനെ വായിച്ചും അങ്ങനെ പണ്ടത്തെ ആ ഒരു ഓർമ്മയിലേക്കൊക്കെ പോകുന്ന ഇതായിരുന്നു. അപ്പോൾ ഞങ്ങൾ പിന്നെ ബാക്കി അതിൻ്റെ അകഭാഗം ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ കാണുന്നത്. ഒത്തിരി പേര് നിൽക്കുമ്പോൾ നമുക്കൊരു പള്ളിയിലെ മൊത്തത്തിലൊന്ന് കാണാനൊന്നും പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഇതിൻ്റെ അവിടെയായിട്ട് ഒരു കെട്ടിടം പോലെ ഇത് കണ്ട്. അപ്പോൾ അതെന്താണെന്ന് അറിയാനായിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുമായിരുന്നു. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് പ്രത്യേകിച്ചൊന്നുമില്ല. അവിടുത്തെ തിരുമേനിയുടെ
അതായത് അവിടുത്തെ ഇത് കോനാട്ടച്ചൻ്റെ ഒരു പള്ളിയാണ്, അവരുടെ തന്നെ പള്ളിയാണിത്. അപ്പോൾ അവിടുത്തെ ആ ഒരു തിരുമേനിയുടെ ഒക്കെ കല്ലറയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തും അങ്ങനെ തന്നെയാണ്. അപ്പം മമ്മിയൊക്കെ, അതായത് എൻ്റെ വല്യമ്മയൊക്കെ പറയുന്നത് കേൾക്കാം, അവർക്ക് ചെറുപ്പകാലത്ത് അതിലൂടെയൊക്കെ ഈ ഇതൊക്കെ നേരത്തെ ഉണ്ടായിരുന്നതായിരുന്നു എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ ഞങ്ങൾ അതിൻ്റെ അകത്ത് കയറി കേട്ടോ. പപ്പ നേരത്തെ കയറിയിട്ട് ഇറങ്ങി നിൽക്കുമായിരുന്നു. ഞങ്ങൾ വന്ന് എല്ലാം കണ്ടും കേട്ടും ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് കുറച്ച് താമസിച്ചു. പിന്നെ അതിൻ്റെ അകത്ത് കയറി എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലായിരുന്നു. കാരണം ഇതൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ, ഇങ്ങനത്തെ ഒരു ഇതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന വർഷവും പിന്നെ ആളുകളും അങ്ങനെ ഒത്തിരി പേരുടെ ഇതൊക്കെ അതിലൂടെ കാണാനും അറിയാനും ഒക്കെ സാധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഏരിയ ആണ് കേട്ടോ ഈ ഒരു സ്ഥലമൊക്കെ. അതായത് വല്യമ്മയുടെ വീടും ആ ഒരു പ്ലേസും കാര്യങ്ങളും എല്ലാം ഒരു ഗ്രാമീണ ഒരു തലത്തിലുള്ള ഒരു സ്ഥലമാണ്. എനിക്ക് അത്രയ്ക്കും ഇഷ്ടമാണ്. അവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ആൾക്കാരുമാണ്. പിന്നെ അത്യാവശ്യം എന്താ പറയുക, നമുക്ക് ഈ കണ്ടവും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് പൈനാപ്പിൾ തോട്ടമൊക്കെ ഇഷ്ടം പോലെയുണ്ട്. അപ്പം എനിക്ക് അവിടെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവിടെ ചെല്ലാനും കാണാനും ഒക്കെ ആയിട്ട് നമുക്ക് മനസ്സിന് തന്നെ നല്ലൊരു റിലീഫ് കിട്ടുന്ന ഒരു സ്ഥലങ്ങളാണ് കേട്ടോ. അപ്പോൾ അതാണ് വലിയ പള്ളിയുടെ ഒരു മൊത്തം ഏരിയ എന്ന് പറയുന്നത്. പിന്നെ ഞങ്ങളിങ്ങനെ നടന്ന് നീങ്ങി കഴിഞ്ഞപ്പോഴത്തേനാണ് ഒരു മാവ് കണ്ടു. എൻ്റെ അമ്മയെ ഒന്നും പറയണ്ട, ഞാൻ ഇതുപോലൊരു മരം എവിടെയും കണ്ടിട്ടില്ല. കാരണം ആ മാവ് അപ്പുറത്തും നിൽപ്പുണ്ട്, പക്ഷെ മാവിൻ്റെ ആ ഒരു വലുപ്പവും ഇതൊക്കെ കാണും. പിന്നെ മൊത്തത്തിലൊരു ഇരുട്ടും ആ ഒരു ഭാഗത്ത് വലുതായിട്ട് ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പം ആ ഒരു ഇരുട്ടിൽ എന്താ പറയുക, കണ്ടപ്പോൾ തന്നെ ഭയങ്കരമായിട്ടൊരു ഭീകരം പോലെ തോന്നി. ഭയങ്കര വലിയ മാവായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ മാവിൻ്റെ ആ ഒരു മാങ്ങയുടെ ഒക്കെ ആ ഒരു സമയമാകുമ്പോഴത്തേന് അത് പൂക്കുന്നതൊക്കെ എങ്ങനെയായിരിക്കുമെന്ന് ഞങ്ങൾ അവിടെ നിന്നിട്ട് ഇങ്ങനെ പറയുകയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതിന് ശേഷം ഇനി അടുത്തത് പ്രദക്ഷിണമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ പ്രദക്ഷിണത്തിന് പോകുന്നില്ല എന്നുള്ളതിലായിരുന്നു ഇരുന്നത്. പക്ഷേ ഞങ്ങൾ വിചാരിച്ചു തൊട്ടടുത്താണല്ലോ എന്ന് വിചാരിച്ചിരുന്നപ്പോൾ പള്ളിയിൽ എന്തായാലും വന്നതല്ലേ, എന്നാൽ പിന്നെ പ്രദക്ഷിണത്തിന് പോയേക്കാം എന്ന് വിചാരിച്ച് ഞാനും അനിയത്തിയും കൂടി പ്രദക്ഷിണത്തിന് ഇറങ്ങി. വാവയൊക്കെ പള്ളിക്കകത്ത് തന്നെ ഇരിക്കുകയായിരുന്നു. ഞാനും അവളും കൂടിയാണ് പ്രദക്ഷിണത്തിന് പോയത്. അപ്പോൾ പ്രദക്ഷിണം നല്ല ഇതുണ്ടായിരുന്നു കേട്ടോ. പാട്ടൊക്കെ പാടി, പള്ളിയിലെ കുർബാനപ്പാട്ടൊക്കെയാണ്, അതൊക്കെ പാടി പ്രദക്ഷിണത്തിന് പോകുമ്പോൾ തന്നെ നമുക്ക് മടുക്കും കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല. പിന്നെ ഒത്തിരി മുന്നോട്ട് പോകുന്ന അനുസരിച്ചിട്ട് ചെറിയൊരു ക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ വെള്ളമൊക്കെ വാങ്ങിച്ച് നമ്മൾ നടന്ന് നീങ്ങി അങ്ങനെ പള്ളിയിലേക്ക് എത്തുമായിരുന്നു കേട്ടോ. അങ്ങനെ പ്രദക്ഷിണവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പള്ളിയിലേക്ക് എത്തി കേട്ടോ. അപ്പോൾ അതിന് മുന്നേ പ്രദക്ഷിണത്തിൻ്റെ പകുതി ഭാഗം ആയപ്പോഴത്തേനും ഞങ്ങളിങ്ങനെ പോന്നു. കുറച്ചും കൂടി പോകാനുണ്ടായിരുന്നു. അപ്പോഴത്തേനും ഞങ്ങളിപ്പോൾ നന്നായിട്ട് തളർന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങളൊന്നും തിരിച്ചിങ്ങ് പോന്നു. അപ്പോഴത്തേനും ആൾക്കാർ വന്നു, പ്രദക്ഷിണമൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഒന്നുകൂടി കുർബാനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് വെടിക്കെട്ട് ഉണ്ടായിരുന്നു. വെടിക്കെട്ടും കഴിഞ്ഞിട്ട് പിന്നെ നേർച്ച വിളമ്പ്, അങ്ങനെ അതോടുകൂടി തീരുവാണ്. ഇവിടുത്തെ വെടിക്കെട്ടൊക്കെ ഞങ്ങളുടെ അവിടുത്തെ ആ ഒരു രീതിയിലുള്ള വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നേർച്ച അങ്ങനെയൊക്കെ തന്നെയായിരുന്നു കേട്ടോ. പക്ഷെ കുർബാന വേറെ രീതിയിലായിരുന്നു. കുർബാനയൊക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സ്റ്റിൽ ദെൻ ബൈ ബൈ.